ഹലോ എവരിവൺ, നമുക്ക് റിവിഷൻ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ടോപ്പിക് നോക്കാം. സിലബസിൽ പറയുന്ന ടോർഷൻ, പ്യുവർ ടോർഷൻ, അതുപോലെ തന്നെ തിൻ സിലിണ്ടേഴ്സ് എന്ന് പറയുന്ന രണ്ട് പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ റിവിഷൻ സീരീസിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ടോർഷൻ എന്ന് പറയുന്നതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അസംഷൻസ്, ഡെറിവേഷൻ ഓഫ് ഫോർമുല ഒന്നും ഒരിക്കലും നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല. എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ആ ഒരു തിയറി എങ്ങനെ വന്നു, ആ ഫോർമുല എന്നറിയാനായിട്ട് നല്ലതാണ്. പക്ഷേ മേ ബി നമുക്ക് എന്തായാലും ഡെറിവേഷൻ ചോദിക്കില്ല. ആ ഫോർമുല, ടോർഷൻ ഫോർമുല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓഫ് പവർ ട്രാൻസ്മിറ്റഡ് ബൈ സർക്കുലർ ഷാഫ്റ്റ്സ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. നോക്കാം. ഫസ്റ്റ് ഷാഫ്റ്റ് എന്താണെന്നുള്ള ഒരു ടേമാണ് നമ്മൾ പല ചാപ്റ്റേഴ്സിലായിട്ട് പല സ്ട്രക്ചറൽ മെമ്പേഴ്സിനെ കണ്ടിരുന്നു. അതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറൽ മെമ്പറാണ്. ആക്ച്വലി സ്ട്രക്ചറൽ മെമ്പർ അല്ല, അതൊരു മെഷീൻ മെമ്പറാണ്. കാരണം ഷാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി ഷാഫ്റ്റിനേക്കാൾ ഉപരി ഒരു റൊട്ടേറ്റിംഗ് എലമെന്റ് ആണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മോട്ടർ പമ്പ് സെറ്റ് ഒക്കെ ഉണ്ട്. ആ മോട്ടറിൽ നിന്ന് ഒരു പുറത്തേക്ക് വരുന്ന ഒരു സിലിണ്ടറിക്കൽ റോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ സിലിണ്ടറിക്കൽ റോഡിനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. മോട്ടറിന്റെ ഉള്ളിൽ മോട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിക് പവർ ആണ്. ആ ഇലക്ട്രിക് പവർ ഒരു മെക്കാനിക്കൽ എനർജി ആക്കി തരുന്ന ഒരാളാണ് മോട്ടർ എന്ന് പറയുന്നത്. ആ മെക്കാനിക്കൽ എനർജി നമുക്ക് കിട്ടുന്നത് ഒരു റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഫോമിലാണ്. സിംപ്ലി റൊട്ടേഷൻ മോഷൻ. ആ റൊട്ടേഷണൽ മോഷനെ നമുക്ക് പുറത്തേക്ക്, ആ റൊട്ടേഷണൽ മോഷനെ എത്തിക്കുന്ന ആളാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടറിലേക്ക് ഏതെങ്കിലും വേറൊരു മെഷീനറി നമ്മൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെഷീനറി കൂടെ അതിൻ്റെ ഒപ്പം കറങ്ങും. അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഒരാളാണ് പമ്പ് എന്ന് പറയുന്ന ആള്. അങ്ങനെയാണ് പമ്പ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഷാഫ്റ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് എലമെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ആൻഡ് ടോർക്ക് ഫ്രം വൺ പാർട്ട് ഓഫ് എ മെഷീൻ ടു അനദർ. ഒരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക ബൈ മീൻസ് ഓഫ് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വഴി ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഷാഫ്റ്റ് എന്ന് പറയുന്നത്. നോ, ഇനി വാട്ട് ഈസ് മീൻ ബൈ പ്യുവർ ടോർഷൻ? പ്യുവർ ടോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷീൻ എലമെന്റ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഷാഫ്റ്റിൽ ട്വിസ്റ്റിംഗ് മൊമെന്റ് എന്ന് വെച്ചാൽ ടോർക്ക്, ആ ടോർക്ക് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, പ്യുവർ ടോർഷൻ എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിക്കൽ എലമെന്റിൽ ഒരു ട്വിസ്റ്റിംഗ് ലോഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആക്ച്വലി അതിൽ മൾട്ടിപ്പിൾ ലോഡുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഷാഫ്റ്റിന്റെ വെയിറ്റ് ഉണ്ട്, അതിന് ഏതെങ്കിലും ഒരു പുള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീൻ കോമ്പോണന്റ്, വേറൊരു കോമ്പോണന്റ് അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് വരും. അപ്പൊ അത് ആക്ച്വലി ഒരു ബെൻഡിങ് അവിടെ ജനറേറ്റ് ചെയ്യും. ഒരു എക്സ്റ്റേണൽ ലോഡ് പോലെയാണ്, ആ ബെൻഡിങ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ മേ ബി ഒരു ആക്സിയൽ ലോഡ്, ഇത്തരത്തിലുള്ള യാതൊരു കേസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സിംപ്ലി എന്ത് മാത്രമേ ഉള്ളൂ, ഇതിലൊരു ഒരു ടോർക്ക് മാത്രം ആക്ട് ചെയ്യുന്ന കേസാണ് നമ്മളിവിടെ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? പ്യുവർ ടോർഷൻ. പ്യുവർ ബെൻഡിങ് എന്തായിരുന്നു? പ്യുവർ ബെൻഡിങ് നമ്മൾ നെക്സ്റ്റ് കാണാം. പ്യുവർ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മാത്രം വരുന്ന കേസാണ് പ്യുവർ ബെൻഡിങ്. ഓക്കെ, നമുക്ക് നോക്കാം. നോ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ഓർ ആക്സിയൽ ഫോഴ്സ് ഈസ് കൺസിഡേർഡ് എനി അതർ ലോഡ്, വാട്ട് എവർ ലോഡ് other than torque is neglected. When a shaft is subjected to pure torsion, every cross section undergoes relative sliding with adjacent layer and hence it is subjected to torsional shear stress. ഈ പറയുന്നത് എന്താണ്? ഒരു ടോർഷണൽ ലോഡ് ഒരു ഷാഫ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് സ്ട്രെസ് ആണ് അതിൽ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ട്വിസ്റ്റിംഗ് എന്നാണ് ഈ ടോർഷണലിലൂടെ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ ഞാൻ വരച്ച ഷാഫ്റ്റിനെ ഒന്നുകൂടെ വരയ്ക്കാം. ഈ ഷാഫ്റ്റിൽ ഒരു സൈഡിൽ ഞാനൊരു ടോർക്ക്, ഒരു ട്വിസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഓരോ ക്രോസ് സെക്ഷനിലും നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഞാൻ ആ ഒരു ക്രോസ് സെക്ഷൻ ഞാനിവിടെ മാറ്റി വരികയാണ്. ദിസ് ഇസ് ദ ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷനിൽ ഇങ്ങനെയായിരുന്നു ഒരു റേഡിയസ്. കൺസിഡർ എ റേഡിയസ്, OA എന്ന് പറയുന്ന റേഡിയസ്. ഇതിലേക്ക് ഞാനൊരു ടോർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ OA എന്ന് പറയുന്ന റേഡിയസ് ഇങ്ങോട്ടേക്ക് ഒരു ആംഗുലാർ മൂവ്മെന്റ് ആണ് അതിന് സംഭവിക്കുന്നത്. ഇറ്റ്സ് എൻ ആംഗുലാർ മൂവ്മെന്റ്. A' എന്ന് പറയുന്ന ഒരു പുതിയ പൊസിഷനിലേക്ക് A എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു തീറ്റ ആംഗിൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആംഗുലാർ ഡീഫർമേഷൻ വരുത്തുന്ന ലോഡ് ഏതാണ്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് സ്ട്രെസ് ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ജനറേറ്റ് ചെയ്യുക? ഒബിയസ്ലി ഷിയർ സ്ട്രെസ്. നമ്മൾ ഷിയർ സ്ട്രെസ് പഠിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു എലമെന്റിൽ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു ആംഗുലാർ മൂവ്മെന്റ് ആണ് അതിന് സംഭവിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു എലമെന്റിൽ, ഒരു ഷാഫ്റ്റിൽ ഞാനൊരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലെ ഓരോ എലമെന്റുകളും ഒരു ആംഗുലാർ റൊട്ടേഷൻ, ആംഗുലാർ മൂവ്മെന്റ് കടന്നു പോകുന്നു. അതിനർത്ഥം അതിൽ ഓരോ എലമെന്റിലും ഒരു ഷിയർ സ്ട്രെസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത്തരം ഷിയർ സ്ട്രെസ്സിന് നമ്മൾ ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നു. കാരണം ടോർഷൻ കാരണം ഉണ്ടായതാണ്. ഒരു ഷിയർ ഫോഴ്സ് കാരണം ഉണ്ടായതിനെ നമ്മൾ ട്രാൻസ്ഫർ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ സിംപ്ലി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നു. ഇനി ഇവിടെ ടോർഷൻ കാരണം ജനറേറ്റ് ചെയ്തതാണ് എസ്പെഷ്യലി എടുത്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറയുന്നു, ടോർഷണൽ ഷിയർ സ്ട്രെസ് എന്ന് കൂടെ പറയുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ when every element is subjected to what? Torsional shear stress.
ഇനി നമ്മുടെ സിലബസിൽ പറയുന്ന നെക്സ്റ്റ് ഒരു കാര്യമാണ് വാട്ട് ഈസ് മീൻ ബൈ വാട്ട് ആർ ദ അസംഷൻസ് ഇൻ ദ തിയറി ഓഫ് പ്യുവർ ടോർഷൻ. ഫസ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. എന്താണ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിലെ എല്ലായിടത്തും എല്ലാ ഡയറക്ഷനുകളിലും പ്രോപ്പർട്ടീസ് സെയിം ആണ്. സ്ട്രെസ്സസ് ആർ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഹുക്സ് ലോ അപ്ലൈ ചെയ്യാം. ദ ഷാഫ്റ്റ് ഈസ് അണ്ടർ പ്യുവർ ടോർഷൻ, എനി അതർ ലോഡ്സ് അതർ ദാൻ പ്യുവർ ടോർഷൻ അല്ലെങ്കിൽ ടോർഷണൽ ലോഡ് ഈസ് നെഗ്ലക്റ്റഡ്. All the transfer sections remain plane after twisting. It's a very important assumption. അതായത് ഒരു ഇതാണ് ഒരു ക്രോസ് സെക്ഷൻ. ഈ ക്രോസ് സെക്ഷനിലേക്ക് ഞാനൊരു ടോർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു OA എന്ന് പറയുന്ന ഒരു റേഡിയസ് എന്ത് ചെയ്യുന്നു, സിംപ്ലി ട്വിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതല്ലാതെ ഈ ഒരു ക്രോസ് സെക്ഷൻ ഒരിക്കലും ഇത്തരത്തിലുള്ള വാർപ്പിംഗ് പോലെയുള്ള, അതായത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് സംഭവിക്കുന്നില്ല. ഇറ്റ് റിമെയിൻസ് പ്ലെയിൻ. അത് ട്വിസ്റ്റിംഗ് സംഭവിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഈ കൈ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിൻ ആണ്. ഈ പ്ലെയിനിൽ ഒരു ട്വിസ്റ്റിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്ലെയിനിൽ തന്നെ നിന്നുകൊണ്ട് അത് കറങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിനെന്ത് ചെയ്യുന്നില്ല, ഒരു വളവ് സംഭവിക്കുന്നില്ല. അതിന് നമ്മൾ വാർപ്പിംഗ് എന്ന് പറയും. അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഡീഫോർമേഷനും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് റിമെയിൻസ് സ്ട്രെയിറ്റ് ആഫ്റ്റർ ട്വിസ്റ്റിംഗ്. ഓക്കെ, അതായത് ഞാൻ ഇവിടെ വരച്ച ഈ OA എന്ന് പറയുന്നത് OA' വരച്ചപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരച്ചത്. അല്ലാതെ ഇതായിരുന്നു നിങ്ങളുടെ ഒറിജിനൽ OA. ടോർക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതിങ്ങനെ വളയുന്നില്ല. കൺസിഡർ ദ ക്രോസ് സെക്ഷൻ. ഇനീഷ്യലി OA എന്ന് പറയുന്നതായിരുന്നു നിങ്ങളുടെ റേഡിയസ്. ഇതിലൊരു ടോർക്ക് അപ്ലൈ ചെയ്തപ്പോൾ A എന്ന് പറയുന്ന പോയിന്റ് A' എത്തുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ ആർക്ക് ലെങ്ത് കവർ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ സർഫസിലുള്ള പോയിന്റ് ആണ് അല്ലെ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡീഫോർമേഷൻ സംഭവിക്കുന്ന പോയിന്റ് ആർക്കാണ്, ഈ A എന്ന് പറയുന്ന പോയിന്റിനാണ്, സർഫസിൽ എടുക്കുന്ന പോയിന്റിനാണ്. ഇനി ഇതിന്റെ സെന്ററിൽ ഇതിനെ മിഡ് പോയിന്റ് ആയിട്ട് ഒരു B കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കാം. ആ B എന്ന് പറയുന്ന ആളും ഇതേപോലെ B' എത്തിയിട്ടുണ്ടായിരിക്കും. രണ്ടുപേരും കവർ ചെയ്യുന്ന ആംഗിൾ സെയിം ആണ്, പക്ഷെ ആർക്ക് ലെങ്ത് കണ്ടോ, ആർക്ക് ലെങ്ത് Bക്ക് കുറവാണ്, Aക്ക് കൂടുതലാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡീഫോർമേഷൻ Aക്കാണ്. അങ്ങനെ റേഡിയസ് സെൻട്രൽ നിന്ന് അകലും തോറും ഓരോ പോയിന്റുകൾക്കും സംഭവിക്കുന്ന ഡീഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ആ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് റിമെയിൻ സ്ട്രെയിറ്റ് ആഫ്റ്റർ ട്വിസ്റ്റിംഗ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഈ സെൻറ്ററിൽ നിന്ന് ഈ റേഡിയൽ ഡിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഡീഫോർമേഷൻ ആണ് ഓരോ പോയിന്റുകൾക്കും സംഭവിക്കുന്നത്. സെൻറ്ററിൽ യാതൊരു ഡീഫോർമേഷനും ഇല്ല, അതിന് റേഡിയൽ ഡിസ്റ്റൻസ് അകലും തോറും കൂടുതൽ ഡീഫോർമേഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് അസംഷൻസ് ആയിട്ട് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ലാസ്റ്റ് 2 അസംഷൻസ് കൃത്യമായിട്ട് നോക്കുക. നെക്സ്റ്റ് ടോർഷൻ ഫോർമുല. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഫോർമുലയാണ് ടോർഷൻ ഫോർമുല. എന്നാണ് ഈ ഫോർമുല പറയുന്നത്? T/J equals τ/R equals G∅L. Again consider the same cross section. OA എന്ന് പറയുന്ന റേഡിയസ് കൺസിഡർ ചെയ്യുക. ഇത് A' ട്വിസ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ. ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഈസ് തീറ്റ. ഇനി T എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്ത ടോർക്ക്. ഇപ്പൊ ഈ 2 പോയിന്റുകൾ മനസ്സിലായല്ലോ. T എന്ന് പറയുന്നത് ഞാൻ അപ്ലൈ ചെയ്ത ടോർക്ക്, ആ ക്രോസ് സെക്ഷനിലെ ഒരു പർട്ടിക്കുലർ റേഡിയസ് എത്ര ആംഗിൾ കവർ ചെയ്തു, ഡീഫോർമേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് തീറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നൗ G എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ ഷിയർ മോഡുലസ് അല്ലെ. കാരണം ഇവിടെ ഷിയർ സ്ട്രെസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്? ഒരു ഷിയർ മോഡുലസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏത് ടൈപ്പ് സ്ട്രെസ് ആണോ ജനറേറ്റ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് J എന്ന് പറയുന്ന ടേം. J എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ? പോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദ ZZ ആക്സിസ്. അപ്പോൾ ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കുലർ ക്രോസ് സെക്ഷന് സെൻട്രോയിഡിൽ കൂടെ എനിക്കൊരു XX ആക്സിസ് കൺസിഡർ ചെയ്യാം, ഒരു വെർട്ടിക്കൽ YY ആക്സിസ് കൺസിഡർ ചെയ്യാം. ദെൻ ഈ സർക്കുലർ ക്രോസ് സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ZZ ആക്സിസും കൺസിഡർ ചെയ്യാം. ഈ ZZ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നമ്മൾ പറഞ്ഞത് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതെങ്ങനെ കണ്ടുപിടിക്കാം? യൂസിങ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. വാട്ട് ഈസ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം? IZZ is equal to IXX plus IYY. ബാക്കി 2 മൊമെന്റ് ഓഫ് ഇനർഷ്യകളുടെ സം ആണെന്ത്? ഈ പെർപെൻഡിക്കുലർ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിൻ, ആ പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനിന് വെളിയിലേക്ക് നിൽക്കുന്ന ഒരു ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി നമുക്കൊരു സോളിഡ് സർക്കുലർ ക്രോസ് സെക്ഷൻ എന്നാണ് ഈ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല വരെ നോക്കാം. സോളിഡ് സർക്കുലർ ക്രോസ് സെക്ഷൻ. സോളിഡ് സർക്കുലർ ക്രോസ് സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സർക്കുലർ ക്രോസ് സെക്ഷൻ ഹാവിംഗ് ഡയമീറ്റർ D ഡയമീറ്റർ ഉള്ള ഒരു സർക്കുലർ ക്രോസ് സെക്ഷന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ അതിന് J is equal to
പൈ ഡി റീസ്റ്റ് 4/32. പൈ ഡി റീസ്റ്റ് 4/32. പൈ ഡി റീസ്റ്റ് 4/64 ആണെന്ത് IXXും അതുപോലെ തന്നെ IYYയും. അപ്പോൾ അതിൽ ട്വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. കാരണം രണ്ടും കൂടെ സമ്മ് ചെയ്യുന്നല്ലേ. ഇനി ഒരു ഹോളോ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കാം. കൺസിഡർ എ ഹോളോ സർക്കുലർ ക്രോസ് സെക്ഷൻ. കൺസിഡർ എ ഹോളോ സർക്കുലർ ക്രോസ് സെക്ഷൻ. ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി, ഇന്നർ ഡയമീറ്റർ സ്മോൾ ഡി ആണെങ്കിൽ ദാറ്റ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ജെ ഔട്ടർ മൈനസ് ജെ ഇന്നർ ആയിരിക്കും. ഔട്ടർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മൈനസ് ഇന്നർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ദാറ്റ് ഈസ് ഈക്വൽ ടു π/32 ഇൻറ്റു ക്യാപിറ്റൽ ഡി റീസ്റ്റ് 4 മൈനസ് സ്മോൾ ഡി റീസ്റ്റ് 4. ദിസ് ഇസ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഹോളോ സർക്കുലർ സെക്ഷൻ. ഇനി അപ്പോൾ ബാക്കി എല്ലാ ടേംസുകളും നമുക്ക് കിട്ടി. സപ്പോസ് ഇത് ഇങ്ങനെ ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ, വളരെ ലെങ്ത് ആയിട്ടുള്ള ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ പർട്ടിക്കുലർ ലെങ്ത് ഉണ്ടായിരിക്കും അല്ലേ. ദാറ്റ് ലെങ്ത് ഈസ് എൽ. അപ്പോൾ ആദ്യത്തെ റേഷ്യോ അതുപോലെ തന്നെ അവസാനത്തെ റേഷ്യോ എല്ലാ ടേംസും നമ്മൾ ഡിഫൈൻ ചെയ്തു. ടി ഇസ് ദ ടോർക്ക്, ജെ ഇസ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ജി എന്ന് പറയുന്നത് ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് നമ്മൾ എന്നും കൂടെ പറയും, വേറൊരു ടേമും കൂടി ഉണ്ടല്ലോ, അതിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ മൂവ്മെന്റ്. എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. നൗ ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഷിയർ സ്ട്രെസ്. ഇനി എവിടെയുള്ള ഷിയർ സ്ട്രെസ്? ആർ റേഡിയസിൽ ഷിയർ സ്ട്രെസ്. അഗെയിൻ കൺസിഡർ, ഞാനൊരു സോളിഡ് സർക്കുലർ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഇതിൽ സെൻട്രൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ റേഡിയൽ ഡിസ്റ്റൻസ് അകലും തോറും കൂടുതൽ ഡീഫർമേഷൻ സംഭവിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു സെൻട്രൽ നിന്ന് ഒരു ആർ റേഡിയസിലുള്ള ഒരു ലെയറിന് എത്ര ഡീഫർമേഷൻ സംഭവിക്കുന്നുണ്ട്, അവിടെയുള്ള എത്ര ഷിയർ സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ടോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടോ ഇസ് ദ ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ. ഇതാണ് ടോർഷൻ ഫോർമുല എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തന്നെ ഗവേൺ ചെയ്യുന്ന ഒരു ഫോർമുലയാണ് T/J is equal to τ/r equals g⁻θ/n. പ്രധാനപ്പെട്ട ചില ഒബ്സർവേഷൻസ് ഈ ഒരു ഫോർമുലയെ ബന്ധപ്പെട്ട്. ഷിയർ സ്ട്രെസ് വാരീസ് ലീനിയർലി വിത്ത് റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ. നേരത്തെ പറഞ്ഞു, സെന്ററിൽ നിന്നുള്ള റേഡിയൽ ഡിസ്റ്റൻസ് അകലുന്നതിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് അവിടെ ഡീഫർമേഷൻ സംഭവിക്കുന്നത്. ഡീഫർമേഷനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെന്ററിൽ നിന്ന് പ്രപ്പോർഷണൽ ആയിട്ടായിരിക്കും സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നത്. ദെർഫോർ അത് ഈ ഫോർമുലയിൽ തന്നെ നമുക്ക് കിട്ടുമല്ലോ. ടോ ഇസ് ഈക്വൽ ടു T ഇൻറ്റു R/J എന്നതാണ്. സോ ടോ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു R. ഇറ്റ് ഈസ് മാക്സിമം അറ്റ് ദാറ്റ് ലെയർ വിച്ച് ഈസ് ഫാർത്തസ്റ്റ് ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്ന് ഏറ്റവും അകലെ കിടക്കുന്ന ലെയറുകളിലായിരിക്കും എന്ത്? ഔട്ടർ ലെയറിലാണ് മാക്സിമം ഷിയർ സ്ട്രെസ് ജനറേറ്റ് ചെയ്യുക. കാരണം എന്താ? ടോ പ്രപ്പോർഷൻ ടു R അല്ലേ. ആറിന്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ് വരുന്നത്? ഔട്ടർ റേഡിയസിലേക്ക് വരുമ്പോൾ. ഔട്ടർ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ടോമാക്സ്. ടോമാക്സ് ഇസ് ഈക്വൽ ടു T ഇൻറ്റു ക്യാപിറ്റൽ R/J എന്ന് വരും. T ഇൻറ്റു ക്യാപിറ്റൽ R/J. ഇറ്റ് ഈസ് 0 അറ്റ് ദ സെന്റർ. കാരണം സെന്ററിൽ ആർ എത്രയാണ്? സെന്ററിൽ R ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ട് ടോ 0 ആയിരിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് അതിൽ പറയാനുള്ളത് നോക്കാം. ഇതിൻ്റെ ഒരു വേരിയേഷൻ നമുക്ക് ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റിലും ഒരു ഹോളോ സർക്കുലർ ഷാഫ്റ്റിലും വരയ്ക്കുകയാണെങ്കിൽ, ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റിലെ ഒരു പർട്ടിക്കുലർ റേഡിയസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒരു പർട്ടിക്കുലർ റേഡിയൽ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുക. വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ് പ്ലോട്ട് ചെയ്യുക. വൈ ആക്സിൽ ഷിയർ സ്ട്രെസ് ആണ്, എക്സ് ആക്സിൽ ഒരു പർട്ടിക്കുലർ റേഡിയൽ ഡിസ്റ്റൻസ്. അപ്പോൾ സെന്ററിൽ ഷിയർ സ്ട്രെസ് 0 ആണെന്ന് പറഞ്ഞു. ഔട്ടർ റേഡിയസിൽ ഒരു മാക്സിമം വാല്യൂ ആണെന്നും പറഞ്ഞു. അത് മാർക്ക് ചെയ്തു, ടോമാക്സ്. ഇനി ഇവർ തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യണം? സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ആ വേരിയേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് കിട്ടുന്നു. അലോങ് ദ റേഡിയസ് എങ്ങനെയാണ് ഷിയർ സ്ട്രെസ് വേരി ചെയ്യുന്നത് കിട്ടുന്നു. ഇനി സിമിലർ വേ ഒരു ഹോളോ സർക്കുലർ ഷാഫ്റ്റിൽ വരുമ്പോൾ ഇവിടെ സെന്ററിൽ ഇമാജിനറി, അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പോർഷനിൽ എന്തില്ല, ശരിക്കും മെറ്റീരിയൽ ഇല്ല. പക്ഷെ ഞാൻ അസ്യൂം ചെയ്യാണ് സെന്റർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇമാജിനറി ആയിട്ട് ഞാൻ ചൂസ് ചെയ്തു. സെന്റർ ഓഫ് ദ ഹോളോ ഷാഫ്റ്റ്. നൗ എക്സ് ആക്സിസിൽ റേഡിയസ് പ്ലോട്ട് ചെയ്തു, വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും പ്ലോട്ട് ചെയ്തു. ഇനി ഇമാജിനറി ആയിട്ട് അവിടെ മെറ്റീരിയൽ ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ആയിരുന്നുവെങ്കിൽ അവിടുത്തെ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഔട്ടർ റേഡിയസിൽ ഒരു മാക്സിമം വാല്യൂ ആണ്. അഗൈൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തു? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്തു. പക്ഷെ ഇവിടെ ഇത്രയും പോർഷൻ, ഈ ഔട്ടർ O മുതൽ RI വരെയുള്ള ഇത്രയും പോർഷനിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ മെറ്റീരിയൽ ഇല്ല. അതുകൊണ്ട് തന്നെ അത്രയും പോർഷനിൽ എനിക്ക് ഷിയർ സ്ട്രെസ് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നർ റേഡിയസ് മുതൽ ഔട്ടർ റേഡിയസ് വരെയുള്ള ഈ ഗ്രാഫാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഹോളോ സർക്കുലർ സെക്ഷന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്, വേരിയേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ റിമൈനിങ് പോർഷൻ ഒരു ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതിന്റെ കാരണം അതാണ്.
ഇത്രയും പോർഷനിൽ ശരിക്കും പറഞ്ഞാൽ എന്തില്ല, ആ ഗ്രാഫിന്റെ ആവശ്യമില്ല, കാരണം അത്രയും പോർഷനിൽ മെറ്റീരിയൽ ഇല്ല. സോ RI മുതൽ RO വരെയുള്ള പോർഷനിലാണ് എന്ത് വരുന്നത്, ഒരു മിനിമം ഷിയർ സ്ട്രെസ് ടു മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ഇന്നർ റേഡിയസിൽ ഷിയർ സ്ട്രെസ് 0 അല്ല, സെന്ററിലാണ് ഷിയർ സ്ട്രെസ് 0 ആകുന്നത്. സെന്ററിൽ മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹോളോ സർക്കുലർ ഷാഫ്റ്റില് 0 ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു റീജൺ ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മിനിമം നോൺ സീറോ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ഉണ്ട്, ഒരു മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ട്. സോളിഡ് സർക്കുലർ ഷാഫ്റ്റിലെ സെന്ററിൽ മെറ്റീരിയൽ ഉണ്ട്, അവിടെ റേഡിയസ് 0 ആയതുകൊണ്ട് ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. അപ്പോൾ ഷിയർ സ്ട്രെസ് 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹോളോയിൽ വരുമ്പോൾ അതൊരു ഇമാജിനറി പോയിന്റ് ആണ്, കാരണം ആ സെന്ററിൽ മെറ്റീരിയൽ ഇല്ല. സോ വാട്ട് ഈസ് ദ case of hollow circular shaft? Hollow circular shaft there is a non-zero value of shear stress at the inner radius and a maximum shear stress at the outer radius. Okay, T by J equals tau by R എന്നായിരുന്നു. ആദ്യത്തെ രണ്ട് ഭാഗം മാത്രം ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു tau is equal to T into R by J എന്ന് പറഞ്ഞു. അത് തന്നെ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? when R becomes maximum, T into capital R by J. ഇതിൽ this is equal to T into T divided by ഈ J, ഈ R നെ ഞാൻ താഴേക്ക് കൊണ്ടുവരികയാണെങ്കിൽ J by R എന്ന് എഴുതാലോ, J by R. This J by R is called polar section modulus. Polar section modulus എന്നാണ് അതിനെ പറയാം. Polar section modulus ZP. So ZP is equal to polar moment of inertia divided by ഈ R എന്ന് പറയുന്നത് maximum radial distance ഫ്രം സെന്റർ ആണ്. സെന്ററിൽ നിന്ന് ഏറ്റവും അകലെ കിടക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് സർക്കിൾ ആയതുകൊണ്ട് ഏറ്റവും ഔട്ടർ റേഡിയസ് ആയിരിക്കും വരിക. അത് ഹോളോ ആണെങ്കിലും സോളിഡ് ആണെങ്കിലും ഔട്ടർ റേഡിയസ് ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ മാക്സിമം റേഡിയൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഇസ് കോൾഡ് വാട്ട്? പോളാർ സെക്ഷൻ മോഡുലസ്. അതൊരു ജോമെട്രിക്കൽ പ്രോപ്പർട്ടി ആണ് ഈ പോളാർ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ പോളാർ സെക്ഷൻ മോഡുലസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥം അതിന് നല്ല സ്ട്രെങ്ത് ഉള്ള ഷാഫ്റ്റ് ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ഷാഫ്റ്റ് ആണ്. അപ്പോൾ പോളാർ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്ന ഒരു ഷാഫ്റ്റിന്റെ ടോർഷനിലുള്ള സ്ട്രെങ്ത് കാണിച്ചു തരുന്ന ഒരു ടേം ആണ്. അപ്പോൾ പോളാർ സെക്ഷൻ മോഡുലസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിനർത്ഥം കൂടുതൽ കൂടുതൽ ടോർക്ക് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ടെന്നാണ് അതിനർത്ഥം. ഓക്കെ, ടോർക്ക് ക്യാരി ചെയ്യുക, കൂടുതൽ കൂടുതൽ ലോഡ് അതിന് ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഷാഫ്റ്റ് ക്യാരി ചെയ്യുന്ന ലോഡ് എന്താണ്? ടോർക്കാണ്. അതിനർത്ഥം അതിന് കൂടുതൽ ടോർക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഈ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഡെഫിനേഷൻ എന്താണ്? വർക്ക് ബൈ ടൈം എന്നാണ്, അല്ലെ? പവർ ഈസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് എനർജി ഫ്ലോ, അതൊക്കെയാണ് പവർ എന്ന് പറയുന്നത്. ഇനി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡിവൈഡഡ് ബൈ ടൈം. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം? വെലോസിറ്റി. സോ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഒരു ലീനിയർ മോഷനിൽ പവർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഷാഫ്റ്റിന് ലീനിയർ മോഷൻ അല്ല, സർക്കുലർ മോഷൻ ആണ്. അപ്പോൾ സർക്കുലർ മോഷനിലെ പവർ എങ്ങനെയാണ് ഫോർമുല വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പവർ ഇൻ സർക്കുലർ മോഷൻ, ഈ ഫോർമുല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു ലീനിയർ മോഷൻ ജനറേറ്റ് ചെയ്യുന്ന ആളാണ് എക്സ്റ്റേണൽ ഫോഴ്സ്, കറസ്പോണ്ടിങ് ലീനിയർ വെലോസിറ്റി ആണ് V. ഇനി ഒരു സർക്കുലർ മോഷൻ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ എന്ത് അപ്ലൈ ചെയ്യണം? ടോർക്ക് T അപ്ലൈ ചെയ്യണം. ടോർക്ക് T അപ്ലൈ ചെയ്യണം. ഇനി V എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ആണെങ്കിൽ സർക്കുലർ മോഷനിൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി. സോ സിംപ്ലി ബൈ കമ്പയറിംഗ് നമുക്ക് പവർ ട്രാൻസ്മിറ്റഡ് ഇൻ എ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ പവർ ഇൻ എ സർക്കുലർ മോഷൻ ഈസ് ഗിവൺ ബൈ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി ആണ്. ഇനി ആംഗുലാർ വെലോസിറ്റി എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നില്ല. ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ മെഷർ ചെയ്യുന്നത് അതിന്റെ RPM എന്ന് പറയുന്ന ടേമാണ്. RPM ആംഗുലാർ വെലോസിറ്റി തമ്മിൽ റിലേഷൻ എന്താ? ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2πn/60. n is the RPM. അങ്ങനെയാണെങ്കിൽ പവർ ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ ടു വാട്ട്? 2πn/60 into T or 2πnt/60. 2πnt/60. This is the power transmitted by a shaft. ഇനി n is the RPM and T is the torque. From the torsion formula നമുക്ക് ഓൾറെഡി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടും കൂടെ കിട്ടും. ഓൾറെഡി പറഞ്ഞിരുന്നു Tmax is equal to T into capital R by J. ഒരു സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന്റെ കേസിൽ J എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? πd⁴/64 ആണ്. πd⁴/64. ഇനി റേഡിയസ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? d/2 അല്ലെ? ഡയമീറ്ററിന്റെ പകുതിയാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസിന്റെ ഒരു എക്സ്പ്രഷൻ കിട്ടും. 16T/πd³. 16T/πd³. This is another important formula.
ടോമാക്സ് ഇസ് ഈക്വൽ ടു 16T/πd³. പ്രശ്നം ശ്രദ്ധിക്കുക, സോളിഡ് സർക്കുലർ ഷാഫ്റ്റിന് മാത്രം അതിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഫോർ സോളിഡ് സർക്കുലർ ഷാഫ്റ്റ് ടോമാക്സ് ഇസ് ഈക്വൽ ടു 16T/πd³. നൗ അപ്പൊ ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമുക്ക് ടോർക്ക് ഇസ് ഈക്വൽ ടു ടോമാക്സ് ഇൻറ്റു πd³/16 എന്ന് വരുന്നില്ലേ? ദാറ്റ് ഈസ് T is directly proportional to d³. T is directly proportional to d³. ഇനി ആദ്യത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കൂ. പവർ ഈസ് പ്രപ്പോർഷണൽ ടു ടി എന്ന് എഴുതി കൂടെ എനിക്ക്? കാരണം പവർ ഇസ് ഈക്വൽ ടു 2π(nt/60). ടി പ്രപ്പോർഷണൽ ടു d³, പവർ പ്രപ്പോർഷണൽ ടു ഡി. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എനിക്ക് ഇത് ആഡ് ചെയ്തത് ടി പ്രപ്പോർഷണൽ ടു d³ എന്നുള്ളത്. അതിനർത്ഥം എന്താണ്? ഇൻഡയറക്ട്ലി പവർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു d³. പവർ ട്രാൻസ്മിറ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ടോർക്ക് which is indirectly proportional to d³. So power is directly proportional to d³. അപ്പോൾ ഒരു ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഞാൻ ഇരട്ടിയാക്കുകയാണെങ്കിൽ അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന പവറിന്റെ എമൗണ്ട് 8 ഇരട്ടിയായിട്ട് മാറും, 8 ടൈംസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ആണ് ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ മിനിമം റിവൈസ് ചെയ്തിരിക്കേണ്ട പോർഷൻസ്. നമുക്ക് അടുത്തത് തിൻ സിലിണ്ടർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കിടക്കാം. തിൻ പ്രഷർ വെസൽസ്. പ്രഷർ വെസൽ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിലും ഉപയോഗിക്കുന്നുണ്ട്. LPG സിലിണ്ടർ. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള LPG സിലിണ്ടർ, നമ്മുടെ വീട്ടിലുള്ള വാട്ടർ ടാങ്ക്, ഒന്നുമില്ല, നിങ്ങൾ വാട്ടർ ബോട്ടിൽ, അതൊരു പ്രഷർ വെസൽസ് ആണ്. ഇതിലൊക്കെ അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രഷറിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിനെ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ആവശ്യമുള്ളപ്പോൾ നമുക്ക് വെളിയിലേക്ക് എടുക്കാം, ഇല്ലാത്തപ്പോൾ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രഷർ വെസൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രഷർ വെസലിനെ തിന്നാണോ തിക്കാണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് അതിന്റെ 2 ഡയമെൻഷൻസിന്റെ റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ വെസലിന്റെ ഇന്റേണൽ ഡയമീറ്റർ അല്ലെങ്കിൽ ബോർ ഡയമീറ്റർ എന്ന് പറയും. ബോറിനേക്കാൾ ഉപരി ഇന്റേണൽ ഡയമീറ്റർ എന്ന് പറയായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇന്റേണൽ ഡയമീറ്റർ ഇസ് D. ഇനി ആ പ്രഷർ വെസൽ നിർമ്മിച്ചിരിക്കുന്ന ഔട്ടർ ലെയർ അല്ലെങ്കിൽ അതിന്റെ ഷീറ്റ് മെറ്റൽ പ്ലേറ്റിന്റെ തിക്നെസ് ആണ് T എന്ന് പറയുന്നത്. When the ratio of internal diameter to thickness is greater than 20, it is considered as a thin vessel. Okay. When it is less than or equal to 20, it is considered as a thick vessel. അപ്പോൾ വെസൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ പല ഷേപ്പിലുള്ള വെസൽസ് നമുക്ക് നിർമ്മിക്കാം. പക്ഷെ കൂടുതലും നമ്മൾ കാണുന്നത് സിലിണ്ടറിക്കൽ വെസൽസും സ്ഫെറിക്കൽ വെസൽസും ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് മാനുഫാക്ചർ ചെയ്യാനൊന്നും കൂടെ എളുപ്പമൊക്കെ തിൻ പ്രഷർ വെസൽസ് സിലിണ്ടറിക്കൽ വെസൽസ് ആണ് ഒന്നും കൂടെ എളുപ്പം. പക്ഷെ സ്ട്രക്ചറൽ ബേസിൽ ഒരു സ്ഫെറിക്കൽ വെസലാണ് നല്ലത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ കൂടുതലും ഉപയോഗിക്കുക സിലിണ്ടറിക്കൽ വെസലാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക് നമ്മൾ സ്ഫെറിക്കൽ ഷേപ്പിൽ നിർമ്മിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പൊ കൂടുതലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽസ് ഒക്കെ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ്. LPG സിലിണ്ടർ എന്നാണ് നമ്മൾ പറയുക, LPG സ്ഫിയർ എന്നല്ല പറയാം. അപ്പൊ ഇതൊക്കെ സ്ഫെറിക്കൽ ഷേപ്പിലുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ കാണുന്നത് സിലിണ്ടറിക്കൽ വെസൽസ് ആണ്. അപ്പോൾ ഒരു എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടി പല ഷേപ്പിലൊക്കെ നമുക്ക് വേണമെങ്കിൽ നിർമ്മിക്കാം. ചതുരത്തിലുള്ള വാട്ടർ ടാങ്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു സ്ട്രക്ചറൽ ബേസിൽ പറയുമ്പോൾ പ്രിഫേർഡ് ഷേപ്പുകൾ സിലിണ്ടറും സ്ഫിയറുമാണ്. ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് സ്ട്രെസ്സുകളാണ് ഒരു സിലിണ്ടറിക്കൽ വെസലിൽ ജനറേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് ആണ് സർക്കുംഫറൻഷ്യൽ അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ വെസലിൽ കൺസിഡർ എ സിലിണ്ടറിക്കൽ വെസൽ. ഈ സിലിണ്ടറിക്കൽ വെസലിൽ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് നിറച്ചു കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താ? അതിനെ എസ്കേപ്പ് ചെയ്ത് പോകാനൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും അല്ലെ? ആ ടെൻഡൻസിയുടെ ഭാഗമായിട്ട് ഇതിന്റെ വോൾസുകൾ ആ കർവ്ഡ് സർഫസിൽ മൊത്തമായിട്ട് അത് പിടിച്ച് പുറത്തേക്ക് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഷറിനെയാണ് ഇന്റേണൽ പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ് അല്ലെങ്കിൽ P എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഇന്റേണൽ വോൾസ് ഓഫ് ദ വെസൽ. പക്ഷെ ഒരു വെസൽ ഞാൻ നിർമ്മിക്കുമ്പോൾ അതിൽ 2 എൻഡും ഓപ്പൺ ആയിട്ടിരുന്നാൽ ശരിയാവില്ല. അപ്പൊ അതിന്റെ ഒരു എൻഡുകളിൽ ഞാൻ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. എൻഡുകളിൽ ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ ഫ്ലൂയിഡ് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാതെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ എവിടെയൊക്കെ ആ ഫ്ലൂയിഡിനെ ഞാൻ തടയുന്നുണ്ടോ അതിനൊക്കെ പെർപെൻഡിക്കുലർ ആയിട്ട് ഫ്ലൂയിഡ് പ്രഷർ എക്സേർട്ട് ചെയ്യും. ഓക്കെ, എല്ലാ സൈഡുകളെയും പിടിച്ച് പുറത്തേക്ക് തള്ളാനായിട്ട് എസ്കേപ്പ് ചെയ്ത് പോകാൻ ഒരു വേക്കൻറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കും. ആ തള്ളിക്കൊണ്ടിരിക്കുന്ന പ്രഷറാണെന്ത്? ഇന്റേണൽ ഫ്ലൂയിഡ് പ്രഷർ P എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 2 തരത്തിലുള്ള ഡീഫർമേഷൻ ആണ് ഈ ഒരു സിലിണ്ടറിക്കൽ വെസലിൽ ജനറേറ്റ് ചെയ്യുക. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സർക്കുംഫറൻഷ്യൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ക്രാക്ക് ജനറേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു ക്രാക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ 2ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യാം.
ഇത്തരത്തിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാം, 2 പീസാക്കി മാറ്റാം. അപ്പൊ ഈ ഒരു ക്രാക്ക് ജനറേറ്റ് ചെയ്യാതെ പിടിച്ചു നിർത്തുന്ന ആളാണ് സർക്കുംഫറൻഷ്യൽ അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ്. ഈ സർക്കുംഫറൻഷ്യൽ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു ക്രാക്ക് ജനറേറ്റ് ചെയ്യാതെ പിടിച്ചു നിർത്തുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഓക്കെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ബേസിക്കലി ജനറേറ്റ് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഡീഫർമേഷൻ അല്ലെ, ഡീഫർമേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒരു സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നത്. ആ മെറ്റീരിയൽ ആ ഡീഫർമേഷന് റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്ത ഈ ഒരു ലെങ്ത് വൈസ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഫോം ചെയ്തിരിക്കുന്ന ക്രാക്കിനെ, അതായത് അതിന്റെ സർക്കുംഫറൻസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവാണ് അല്ലെ, ആ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആയിട്ട് മാറാണ്. അത്തരത്തിലുള്ള സർക്കുംഫറൻസ് ആയിട്ട് വരുന്ന ഡീഫർമേഷൻ, ആ സർക്കുംഫറൻഷ്യൽ ആയിട്ട് വരുന്ന ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ആണ് സർക്കുംഫറൻഷ്യൽ സ്ട്രെസ്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് ഹൂപ്പ് സ്ട്രെസ് എന്നുള്ള ടൈം. ഇനി ലെങ്ത് വൈസ് ആയിട്ട് ഈ രണ്ട് എൻഡുകളിൽ അത് ലെങ്ത് വൈസ് ആയിട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അതിനെ രണ്ടായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും അല്ലെ, രണ്ട് സൈഡും പിടിച്ച് വലിക്കുന്ന പോലെയാണ്. ആ സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ലെങ്ത് വൈസ് ആയിട്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിന്റെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ആണ് എന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഈ രണ്ട് സ്ട്രെസ്സുകളാണ് മെയിൻലി ജനറേറ്റ് ചെയ്യുന്നത്. സോ ഈ സർക്കുംഫറൻഷ്യൽ സ്ട്രെസ് കാണാനുള്ള ഫോർമുലയാണ് ഹൂപ്പ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു പി ഡി ബൈ 2t. പി എന്ന് പറയുന്നത് ഇന്റേണൽ ഫ്ലൂയിഡ് പ്രഷർ, ഡി ഇസ് ഇന്റേണൽ ഡയമീറ്റർ, ടി ഇസ് ദ തിക്നെസ് ഓഫ് ദ വെസൽ. ഓക്കെ, നൗ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കാണാനുള്ള ഫോർമുലയാണ് പി ഡി ബൈ 4t. സിഗ്മ എൽ ഇസ് ഈക്വൽ ടു പി ഡി ബൈ 4t. അതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഹൂപ്പ് സ്ട്രെസ്. അധികം സിലിണ്ടറിക്കൽ വെസലിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സിലിണ്ടറിക്കൽ വെസലിന്റെ കേസാണ് പറയുന്നത്. സിലിണ്ടറിക്കൽ വെസലിൽ ഹൂപ്പ് സ്ട്രെസ് ഈസ് പി ഡി ബൈ 2t ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് പി ഡി ബൈ 4t. ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് ഈസ് ഗിവൺ ബൈ പി ഡി ബൈ 8t. പി ഡി ബൈ 8t. ഓക്കെ, പി ഡി ബൈ 8t ആണെന്ത് മാക്സിമം ഷിയർ സ്ട്രെസ്. ഇപ്പൊ ശ്രദ്ധിക്കുക, ഒരു എലമെന്റ് ഈ സർക്കുംഫറൻസിൽ ഞാൻ ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത് വൈസ് ആയിട്ടാണ് ഈ ഹൂപ്പ് സ്ട്രെസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നത്. അതിന്റെ സർക്കുംഫറൻസിൽ കൂടെയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്, ഹൂപ്പ് സ്ട്രെസ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സിലിണ്ടറിനെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സർഫസിൽ എന്തില്ല, ഷിയർ സ്ട്രെസ് ഇല്ലെങ്കിലും അതിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസിൽ എന്ത് ജനറേറ്റ് ചെയ്യും, ഈ പറഞ്ഞ ലോഡ് കാരണം ഒരു ഷിയർ സ്ട്രെസ് ജനറേറ്റ് ചെയ്യും. ആ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ ആണ് പി ഡി ബൈ 8t. മാക്സിമം ജനറേറ്റ് ചെയ്യുന്ന ഷിയർ സ്ട്രെസിന്റെ വാല്യൂ ആണ് പി ഡി ബൈ 8t. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഹൂപ്പ് സ്ട്രെയിൻ കൺസിഡർ ചെയ്യാം. ഹൂപ്പ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കൺസിഡർ എ ജനറൽ കേസ്, സിഗ്മ എക്സ് ഡയറക്ഷനിൽ ഒരു സ്ട്രെസ്, സിഗ്മ വൈ ഇൻ വൈ ഡയറക്ഷൻ സ്ട്രെസ്. എനിക്ക് എപ്സിലോൺ എക്സ്, അതായത് ഹൂപ്പ് ഒരു ഏത് ഡയറക്ഷൻ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ, കൺസിഡർ എ ജനറൽ കേസ് സിഗ്മ എക്സ് സിഗ്മ വൈ. ഓക്കെ, എനിക്ക് എക്സ് ഡയറക്ഷനിലെ സ്ട്രെയിൻ ആണ് എഴുതുന്നതെങ്കിൽ എക്സ് ഡയറക്ഷനിലെ സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഞാൻ ആദ്യം എഴുതി. പക്ഷെ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ വൈ ഡയറക്ഷനിലുള്ള സ്ട്രെസ് ആ വൈ ഡയറക്ഷനിൽ പിടിച്ച് അതിനെ സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ രണ്ട് ഡയറക്ഷനിലും അതിനൊരു കോൺട്രാക്ഷൻ സംഭവിക്കും. അത് കാണാനാണ് ഈ ഒരു സ്ട്രെയിൻ, ദാറ്റ് ഈസ് മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ. ഈ ഒരു വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്, വൈ ഡയറക്ഷനിലെ സ്ട്രെസ് കാരണം എക്സ് ഡയറക്ഷനിൽ എത്ര കോൺട്രാക്ഷൻ സംഭവിച്ചു എന്നുള്ളതാണ് ഈ ഒരു വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വേർ മ്യൂ ഈസ് ദ പോയ്സൺസ് റേഷ്യോ. ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, വൈ ഡയറക്ഷനിൽ ഇലോങ്ങേഷൻ സംഭവിക്കുമ്പോൾ എക്സ് ഡയറക്ഷനിൽ കോൺട്രാക്ഷൻ ആണ്. അതുപോലെ എക്സ് ഡയറക്ഷനിൽ പിടിച്ച് വലിക്കുമ്പോൾ വൈ ഡയറക്ഷനിൽ കോൺട്രാക്ഷൻ ആണ്. അപ്പൊ ഈ ഒരു ഓപ്പോസിറ്റ് നേച്ചർ ആണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ എ സിമിലർ വേ നമുക്ക് ഇവിടെ എക്സിന് സിഗ്മ വൈക്ക് പകരം സിഗ്മ എച്ച് ആണ്, സിഗ്മ എക്സിന് പകരം സിഗ്മ എൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലെ സ്ട്രെയിൻ ആണോ എഴുതേണ്ടത് ആ ഡയറക്ഷനിലെ സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ആദ്യമേ എഴുതുക. മൈനസ് മ്യൂ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ, ദാറ്റ് ഈസ് സിഗ്മ എൽ ബൈ ഇ. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, ഹൂപ്പ് സ്ട്രെയിൻ കാണാനുള്ള ഫോർമുല. സിഗ്മ എച്ച് ബൈ ഇ മൈനസ് മ്യൂ സിഗ്മ എൽ ബൈ ഇ. അതിൽ സിഗ്മ എൽ മ്യൂ എന്ന് പറയുന്നത് പോയ്സൺസ് റേഷ്യോ ആണ്. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഫോർമുല. എപ്സിലോൺ എച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എച്ച് ബൈ ഇ മൈനസ് മ്യൂ സിഗ്മ എൽ ബൈ ഇ.
ഇതിൽ സിഗ്മ എച്ച് എന്ന് പറയുന്നത് 2 ടൈംസ് സിഗ്മ എൽ അല്ലേ? സോ 2 ടൈംസ് സിഗ്മ എൽ ബൈ ഇ മൈനസ് മ്യൂ സിഗ്മ എൽ ബൈ ഇ. അപ്പൊ അതിൽ സിഗ്മ എൽ ബൈ ഇ എന്നുള്ളത് ഞാൻ കോമൺ ആക്കി എഴുതുകയാണെങ്കിൽ സിഗ്മ എൽ ബൈ ഇ ഇൻറ്റു 2 മൈനസ് മ്യൂ എന്ന് വരും. സിഗ്മ എൽ ബൈ എന്ന് പറഞ്ഞാൽ പി ഡി ബൈ 4t ആണ്. പിന്നെ ഒരു ഇ ഡിനോമിനേറ്ററിൽ ഓൾറെഡി ഉണ്ട്, ഇൻറ്റു 2 മൈനസ് മ്യൂ. ഇതാണ് എന്ത് സർക്കംഫറൻഷ്യൽ അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെയിൻ കാണാനുള്ള ഫോർമുല, പി ഡി ബൈ 4t ഇ ഇൻറ്റു 2 മൈനസ് മ്യൂ. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും എഴുതാൻ പറ്റും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇതേപോലെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എപ്സിലോൺ എൽ ഇസ് ഈക്വൽ ടു പി ഡി ബൈ 4t ഇ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്നാ വരിക. എങ്ങനെയാ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇതാ, എപ്സിലോൺ എൽ ഇസ് ഈക്വൽ ടു സിഗ്മ എൽ ബൈ ഇ അല്ലെ. ഞാൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലെ സ്ട്രെയിൻ എഴുതുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് ആദ്യം എഴുതണം, മൈനസ് മ്യൂ ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൂപ്പ് സ്ട്രെസ് ഡിവൈഡ് ബൈ യങ്സ് മോഡുലസ് എഴുതാം. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പി ഡി ബൈ 4t ഇ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്നാണ് വരിക, 1 മൈനസ് 2 മ്യൂ. വോളിയോമെട്രിക് സ്ട്രെയിൻ ശ്രദ്ധിക്കാം. വോളിയോമെട്രിക് സ്ട്രെയിൻ, ഇനി വോളിയോമെട്രിക് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ഫോർമുലയാണ് നമുക്കുള്ളത്. അതായത് വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ജനറലി ഈക്വൽസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ സെഡ്. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള സ്ട്രെസ്സുകളുടെ സമ്മാണ് എന്ത്, സ്ട്രെയിനുകളുടെ സമ്മാണ് എന്ത്, വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് വെച്ചാൽ സിംപ്ലി ഇത്രയേ ഉള്ളൂ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, എക്സ് ഡയറക്ഷനിലെ സ്ട്രെയിൻ പ്ലസ് വൈ ഡയറക്ഷനിലെ സ്ട്രെയിൻ പ്ലസ് സെഡ് ഡയറക്ഷനിലെ സ്ട്രെയിൻ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയോമെട്രിക് സ്ട്രെയിൻ കിട്ടും. ഒരു സിലിണ്ടറിന്റെ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നതും വൈ ഡയറക്ഷൻ എന്ന് പറയുന്നതും അതിന്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ പ്ലസ് എപ്സിലോൺ ആർ പ്ലസ്, ഇനി സെഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഡയറക്ഷൻ എപ്സിലോൺ എൽ. ഓക്കെ, ഇനി റേഡിയസിൽ ഒരു ചേഞ്ച് വരുമ്പോൾ അതിന്റെ സർക്കുംഫറൻസിൽ ഒരു ചേഞ്ച് വരുമല്ലോ അല്ലെ. സർക്കുംഫറൻസ് ഓഫ് എ സർക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, പൈ ഡി ആണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 2πr. അപ്പോൾ റേഡിയസിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സർക്കുംഫറൻസിൽ ചേഞ്ച് വരും. അപ്പോൾ ഈ സർക്കുംഫറൻസിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് തന്നെയാണെന്ത്, റേഡിയസിലെ സ്ട്രെയിൻ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഹൂപ്പ് സ്ട്രെയിൻ തന്നെയാണെന്ത്, റേഡിയൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. കാരണം ഹൂപ്പ് എന്ന് വെച്ചാൽ സർക്കുംഫറൻസിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സർക്കുംഫറൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ റേഡിയസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റേഡിയൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാലും ഹൂപ്പ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാലും സർക്കുംഫറൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. സോ എപ്സിലോൺ ആർ എന്ന് കാണുന്നിടത്തൊക്കെ എന്ത് കൊടുക്കാം, എപ്സിലോൺ എച്ച് എന്ന് കൊടുക്കുക പ്ലസ് എപ്സിലോൺ എൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എപ്സിലോൺ എച്ച് പ്ലസ് എപ്സിലോൺ എൽ. ഇതാണ് നിങ്ങൾ എന്ത് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ എഴുതിയ ആ രണ്ട് ഫോർമുലകൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോളിയോമെട്രിക് സ്ട്രെയിനിന്റെ ഫോർമുല കിട്ടും. ദാറ്റ് ഈസ് പി ഡി ബൈ 4t ഇ ഇൻറ്റു 5 മൈനസ് 4 മ്യൂ. പി ഡി ബൈ 4t ഇ ഇൻറ്റു 5 മൈനസ് 4 മ്യൂ എന്നുള്ളതാണ് എന്ത്, വോളിയോമെട്രിക് സ്ട്രെയിൻ ഓഫ് എ തിൻ സിലിണ്ടറിക്കൽ വെസൽ. ഇതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതേ കാര്യങ്ങൾ ഒരു സ്ഫെറിക്കൽ വെസലിനാണെങ്കിൽ, ഫോർ എ സ്ഫെറിക്കൽ വെസൽ ഇതേ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം, ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അവിടെ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്ന ഒറ്റ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഈ പറഞ്ഞ സ്ഫെറിക്കൽ വെസലിന് ലെങ്ത് എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്ന ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യില്ല. സിംപ്ലി സർക്കുംഫറൻസ് മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് ഹൂപ്പ് സ്ട്രെസ് മാത്രമേ അവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു പി ഡി ബൈ 4t ആയിരിക്കും. സോറി, പി ഡി ബൈ 4t ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് പി ഡി ബൈ 4t. ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു എലമെന്റ് നോക്കുകയാണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും എന്ത് മാത്രമാണ്, ഹൂപ്പ് സ്ട്രെസ് മാത്രമേ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അവിടെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ടോമാക്സ് 0 ആയിരിക്കും. ഏത് പ്ലെയിൻ എടുത്ത് നോക്കിയാലും അവിടെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു സംഭവം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി എപ്സിലോൺ എച്ച് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, സിഗ്മ എച്ച് ബൈ ഇ മൈനസ് മ്യൂ പെർപെൻഡിക്കുലർ സ്ട്രെസ് ബൈ ഇ. ഇവിടെ പെർപെൻഡിക്കുലർ സ്ട്രെസ് എന്ത് തന്നെയാണ്, സിഗ്മ എച്ച് തന്നെയാണ്. therefore it is equal to sigma h by e into 1 minus mu ആയിരിക്കും, 1 minus mu, which is equal to pd by 4te into 1 minus mu. ഓക്കെ, ഇതാണ് ഹൂപ്പ് സ്ട്രെസ് കാണാനുള്ള ഫോർമുല, ഹൂപ്പ് സ്ട്രെയിൻ കാണാനുള്ള ഫോർമുല. ഇതേപോലെ തന്നെ ഒരു സ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അതിന്റെ വോളിയോമെട്രിക് സ്ട്രെയിൻ എഴുതാം. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ സെഡ് അല്ലെ, എക്സ് വൈ സെഡ് ഈ 3 പേരുടെ സമ്മാണ്. പക്ഷെ ഈ 3 പേരും റേഡിയസ് അല്ലേ. അപ്പോൾ എപ്സിലോൺ വി വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് എപ്സിലോൺ റേഡിയസ് പ്ലസ് എപ്സിലോൺ റേഡിയസ് പ്ലസ് എപ്സിലോൺ റേഡിയസ് ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 3 ടൈംസ് എപ്സിലോൺ റേഡിയസ് ആണ്. പക്ഷെ എപ്സിലോൺ റേഡിയസ് തന്നെയാണ് എന്ത്, എപ്സിലോൺ എച്ച് എന്ന് പറയുന്നത് സർക്കംഫറൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച്. സോ ദിസ്
3PD/4TE ഇൻറ്റു 1 മൈനസ് മ്യൂ. ഇതാണെന്ത് വോളിയോമെട്രിക് സ്ട്രെയിൻ ഓഫ് എ സ്ഫെറിക്കൽ വെസൽ. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ഒരു സിലിണ്ടറിക്കൽ വെസലില് റേഷ്യോ ഓഫ് ഹൂപ്പ് സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എത്രയാണ്? 2 ആണ്. ഇനി ദ റേഷ്യോ ഓഫ് ഹൂപ്പ് സ്ട്രെസ് ഇൻ എ സിലിണ്ടറിക്കൽ വെസൽ ടു ദാറ്റ് ഓഫ് എ സ്ഫെറിക്കൽ വെസൽ. സിലിണ്ടറിക്കൽ വെസലിലെയും സ്ഫെറിക്കൽ വെസലിലെയും ഹൂപ്പ് സ്ട്രെസ്സുകളുടെ റേഷ്യോ എന്താണ്? ഹൂപ്പ് സ്ട്രെസ് ഓഫ് എ സിലിണ്ടർ ഡിവൈഡ് ബൈ ഹൂപ്പ് സ്ട്രെസ് ഓഫ് എ സ്ഫിയർ ഇസ് ഈക്വൽ ടു PD/2T/PD/4T വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? സിംപ്ലി 2 ആണ് വരിക. ഓക്കെ. അപ്പൊ ഇത്തരം ചില സിമ്പിൾ ക്വസ്റ്റ്യൻസുകളാണ് കൂടുതൽ ഇതിൽ നിന്ന് ചോദിക്കാറുള്ളത്. പിന്നെ ഡയറക്റ്റ് ഫോർമുല വെച്ചുകൊണ്ടുള്ള ചില പ്രോബ്ലംസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില പ്രോബ്ലംസ് ഒക്കെയാണ് മാക്സിമം നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയാണ് ഈ രണ്ട് പോർഷൻസ്, അതായത് സിലിണ്ടറിക്കൽ വെസലും ടോർഷന്റെ ഭാഗവും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന രണ്ട് പോർഷൻസ് ആ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ളത്.